Good morning. Welcome back to my channel and you are watching Punnu Talks and it's me Punnu. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഗേൾസ്, നമുക്ക് ലഞ്ചിന് എന്താ ഫുഡ് നമുക്ക് നോക്കാം. ഉമ്മി ഇന്ന് ലഞ്ചിന് എന്നാ പ്രോൺസ് ബിരിയാണി. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയോടെ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചു. അപ്പം ഇതെന്തൊക്കെയാണ് പറഞ്ഞോളൂ. അതിൻ്റെ മസാലയ്ക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്. ഇതൊന്ന് തുറന്നേ. ഇതിൽ പ്രോൺസ് ഉള്ള മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഫ്രൈ ചെയ്ത്. ഓക്കെ, അപ്പോൾ മസാലയ്ക്കുള്ളതോ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. നമ്മുടെ പ്രോൺസ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. പ്രോൺസ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കണം. ബിരിയാണി ഇവിടെ എന്താ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട കണ്ണീന്ന് വെള്ളം വരില്ലാന്ന് കേട്ടിട്ട് വെള്ളം വരാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ് ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. പ്രോൺസ് പൊരിച്ച എണ്ണയിലേക്ക് നമ്മൾ സവാള ഇട്ട് വഴറ്റി എടുക്കുകയാണ്. പ്രോൺസ് ഒടിക്കുന്നുണ്ട്. കട്ട് ചെയ്ത വെജിറ്റബിളും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും ഇവിടെ ഉണ്ട്. അപ്പം ഇച്ചിരി ഉപ്പിട്ടു. പെട്ടെന്ന് വഴങ്ങി എണ്ണയാണ്. ഇതവിടെ ആകുമ്പോഴേക്കും നമുക്ക് ഇപ്പറ ചോറ് അപ്പറേ ചോറ് ഇപ്പറ രണ്ട് സ്റ്റൗള്ളതുകൊണ്ട് തക്കാളി വെളുത്തുള്ളിട്ട് ഇവിടെ സവാള വഴങ്ങുന്നുണ്ട്. അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ ഇതിൻ്റെ പേരിന് സവാള ഇവിടെ കിടന്ന് നല്ല യെല്ലോ കളർ ഷെയ്ഡിലായിട്ടുണ്ട്. ഇവിടെ സ്റ്റൗ കത്തിച്ചു വച്ചു സാധനം. അടുത്തത് ഇതെന്നാ നെയ്യല്ലേ? നന്നായിട്ട് വളരത്തില്ലല്ലോ, അരിയട്ടെ. മലയാളത്തിലേക്ക് പരിചയം. ഇപ്പത്തെ സൈഡിൽ സവാള, ഇപ്പത്തെ സൈഡിൽ ചോറ്. എത്ര മിനിറ്റ് വെക്കണത്? ബ്രൗൺ കളർ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓൾ സ്പൈസസ് ഇട്ടിട്ടുമുണ്ട്. 2 ഗ്ലാസ് അരി എടുത്താണ്. അപ്പം 4 ഗ്ലാസ്. 2 ഗ്ലാസ് അരി, 4 ഗ്ലാസ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. സവാള ഇപ്പോഴും കിടന്ന് വയറ്റുവാണ്. ഇവിടെ കിടന്ന് വെള്ളത്തിൽ ഉപ്പിടുക, റൈസ് ഇടാം. വെള്ളത്തിൽ ഉപ്പിടുക, റൈസ് ഇടുക. കുറവുണ്ടോ? നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഇടാൻ. ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയല്ലോ, കുറഞ്ഞാലോ. ഞാനൊരു ലേശം മഞ്ഞൾപ്പൊടി ഇടാം. റൈസിന് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഉണ്ട്. കഴുകി വരി വെച്ച അരി. നീ പറയണ കേക്കുണ്ട്. പിന്നെ എന്തിനാ ഞാൻ കൂടുതൽ പറയണേ? നിന്റെ സബ്സ്ക്രൈബേഴ്സല്ലേ പറയണ്ടേ?
ഒരു വിസിൽ. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസൽ. ഓക്കെ, റൈസ് റെഡി. റൈസ് റെഡി ആവും കഴിച്ചപ്പോൾ. അപ്പോൾ നമുക്ക് മസാലയിലേക്ക് വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇളക്കിക്കോട്ടെ. ഇളക്കിക്കോട്ടേന്ന് ഇളക്കുക. അത് കഴിഞ്ഞ് തക്കാളി എടുക്കുക. ഗൈസ്, ഞാനാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. ഇത്രയും നേരം ഞാനാണ് കുക്ക് ചെയ്തത്. കണ്ട, ഞാൻ കാണാൻ എനിക്കറിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും എനിക്കറിയത്തില്ല. ഇത് ചിന്നരോട്ട് ഇളക്കാം. കറിവേപ്പില ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ നെയ്ബർഹുഡിൽ ഒരു തട കറിവേപ്പില ഇല മരം മുറിച്ചു. അപ്പൊ ഉമ്മി ആയിട്ടാ തന്നേക്കണത്, എടുത്തു വെച്ചേക്കണേ. ടിഷ്യൂ പേപ്പറിൽ വെക്കണേ. ഇങ്ങനെ വെക്കണ അമ്മമാരുണ്ടെങ്കിൽ കമ്മല് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ മോഡൽ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇത് കുറെ നാള് ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് കിട്ടും. ഇങ്ങനെ വെക്കണ അമ്മമാരും ഉണ്ടെങ്കിൽ പറയണം. ഉമ്മിമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ സബ്സ്ക്രൈബേഴ്സ്. നിങ്ങളുടെ ഉമ്മിമാരിങ്ങനെ എന്തായാലും എല്ലാവരും ചെയ്യണ്ടാവും. എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ. മിറ്റത്ത് ഇല മരം കിട്ടുന്നവരിങ്ങനെയൊന്നും ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. നമുക്ക് മിറ്റത്ത് കറിവേപ്പിൻ്റെ ചെറിയ തൈയുള്ളൂ, അതിൽ നിന്ന് പറിക്കാറായില്ല. അപ്പം നമ്മളിങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കണം, ഫ്രഷ് ആയിട്ടിരിക്കാൻ. നമുക്ക് പൊടികൾ ആദ്യം മഞ്ഞൾപ്പൊടി. പൊടികളുടെ പേര് നീ പറ, ഞാനില്ല. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അല്ല കൊറിയാണ്ടർ, മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞാൻ എവിടെയൊക്കെ അത് കേട്ടിട്ടുണ്ട്. എരിവ് വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട് യെസ്, ഞങ്ങളിവിടെ എരിവുകാരല്ല ഗൈസ്. എനിക്ക് അത്രയ്ക്ക് എരിവ് വേണ്ട. ബട്ട് എനിക്ക് മറ്റേ മീൻ കറി വയ്ക്കുമ്പോൾ നല്ല എരിവ് വേണം. അതിൽ ഞാനൊരു എരിവുകാരിയാണ്. ഇവിടെ എരിവ് ഒരുപാട് വേണ്ടാത്തതുകൊണ്ട് നമ്മളെപ്പോഴും കാശ്മീരി മുളക് പൊടി കളറിനെല്ലാം കളറിനാണ്. ഒന്നിനും ഒന്നും അറിയത്തില്ല. ലേശം ഗരം മസാല എല്ലാം കളർ ജസ്റ്റ് വരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ തുമ്പത്തുള്ള. കുറച്ച് ബിരിയാണി മസാല. ഇങ്ങനെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യുക. എന്തൊക്കെ പൊടികൾ ഇട്ടു? മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇട്ടില്ല. കുരുമുളക് പൊടി ഞാൻ പ്രോൺസിൽ മാരിനേറ്റ് ചെയ്തേക്കണം, അത് ഇട്ടില്ല. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല. അത്രയും പൊടികൾ ഇട്ടിട്ടുണ്ട്. ഞാൻ തിരക്ക് കുക്കിംഗ് ആണെന്നുള്ള ഗൈസ്. പതക്കെ ഒന്ന് നല്ലപോലെ ആയി വരുമ്പോൾ ഭയങ്കര ചൂട്. ഞങ്ങളുടെ വീട്ടിലൊരു എന്താ പറയാ ഫോറസ്റ്റ് പോലെയായിരുന്നു. ഇപ്പൊ എല്ലാ മരവും വെട്ടിക്കളഞ്ഞു ഗൈസ്. നമുക്കിതിലേക്ക് എന്തെങ്കിലും ഇടാം. കൂടുതലാന്ന് പറയാ. എന്തുകൊണ്ടാണ്? തക്കാളി, ടൊമാറ്റോ. നമ്മൾ ഇംഗ്ലീഷിൽ പറയാം, നമ്മൾ CBSE. തക്കാളി ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി അത് ഇഞ്ചി പരിവാക്കും. ടൊമാറ്റോക്ക് ഹിന്ദിയിൽ എന്നാ പറയുന്നത്? ഞങ്ങള് ഹിന്ദിക്കാരല്ല, പഠിച്ചിട്ടുള്ളതല്ല. ടൊമാറ്റോ പഠിച്ചിട്ടില്ല. എനിക്ക് ഹിന്ദി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റേ ഇഷ്ടമല്ല ഗൈസ്. ടമാറ്റർ. ഇത് ഇഞ്ചി പരിവാക്കുകയാണ് ഗൈസ്. പോസ് ചെയ്തോ. വിസിൽ വന്നായിരുന്നു. ഞാൻ കണ്ടില്ല, ഞാൻ എടുത്തില്ല. ഞാൻ കണ്ടു, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചമ്മന്തി ഒഴിവാക്കുകയാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം തന്നെ ഇതെന്നത് യോഗ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പേരെന്നായിരുന്നു? തൈര്, യോഗട്ട്, കേട്. യോഗട്ട് തരുന്നില്ലേ അല്ലേ ഗൈസ്?
യോഗട്ട് എന്താണ് യോഗട്ടിന് മലയാളത്തിൽ എന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ഗൈസ്. കമൻറ്റ് ബിലോ. ഇതും കൂടി അങ്ങ് മിക്സായി കഴിയുമ്പോൾ നമ്മുടെ മസാല റെഡിയാകും. എന്നിട്ട് ബിരിയാണി റെഡിയായി. ഇല്ല, പ്രോൺസ് ഇടണം. പ്രോൺസ് ഇവിടെ ചൂടാറ്റാൻ വെച്ചേക്കാണ് ഗൈസ്. ചൂടാറ്റിയിട്ടാണ് ഞങ്ങൾ ഇടുന്നത്. ചുമ്മാ പൊട്ടത്തരം പറഞ്ഞു കൊടുക്കല്ല. ചുമ്മാ നാട്ടോ ഗൈസ്. ചൂടാറി വെച്ചിട്ട് കൊളായെന്നൊന്നും പറയല്ലേ. ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് എടുത്തോ, ഒരു ചെമ്പ് നിറയെ പ്രോൺസ് എടുത്തോ. ഞങ്ങൾ ഇവിടെ 3 പേരുള്ളതുകൊണ്ടാണ് ഇത്രയും പ്രോൺസ് എടുത്തേക്കണത്. ഞങ്ങൾക്ക് ഇത്രയും പ്രോൺസ് മതി. നിങ്ങൾ ഒരു വീട്ടിൽ ബിഗ് ഫാമിലി ആണെങ്കിൽ നിങ്ങൾ ഒരു ചെമ്പ് പ്രോൺസ് എടുത്തോ, നോ പ്രോബ്ലം. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എടുത്തോ, വീട്ടിൽ കഴിക്കുന്നവരുണ്ടെങ്കിൽ. യെസ് ഐസ് പ്രോൺസ് എടുത്തു. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ ഈ വീഡിയോ എടുക്കാൻ വന്ന് നിന്നിട്ട് തന്നെ ഞാൻ ഇപ്പോൾ വേർത്ത് കുളിച്ചു. ഈ ഉമ്മിമാരൊക്കെ ഇവിടെ ഇരുന്ന് എങ്ങനെയാണ് പണിയെടുക്കുന്നത് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പ്രോൺസിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കണം. ഓക്കെ, അപ്പം മൂടി പ്രോൺസിലേക്ക് എല്ലാം നല്ലപോലെ പിടിക്കുക. പ്രോൺസിലേക്ക് പിടിച്ചോട്ടെ, എന്നാലെല്ലാം ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ ഫാനിൻ്റെ അടിയിൽ വന്നിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ വേർത്ത് കുളിച്ച് ഇരിക്കുകയാണ്. ഉമ്മി ഇപ്പോഴും അടുക്കളയിൽ തന്നെ നിൽക്കുകയാണ്. എങ്ങനെയാ നിൽക്കണേന്ന് എനിക്കറിയത്തില്ല ഗൈസ്. നമുക്ക് എന്ത് പാത്തണം. നമുക്ക് പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ട് കഴിക്കാം. റൈസ് റെഡി. കറക്റ്റ് ഒരു വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ചോറ് ഒട്ടും കുഴയില്ല. വായന വെള്ളം വന്നു ഗൈസ്. കഴിച്ചോ. നിരത്തി വെച്ച് കൊടുക്കണം. കുത്തി പൊട്ടിക്കണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് എന്തിനാ ഞങ്ങൾ കഴിക്കുമ്പോഴേ കുത്തി ഇങ്ങനെ നിരക്കി പൊട്ടിക്കും. ചോറ് തട്ടാൻ പോവുകയാണ്. തട്ടി, ചോറ് തട്ടി. നിരത്തി അത് മല്ലിയിലും മാത്രമാണ് എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ, കാണിക്കാതെ. നിങ്ങൾക്ക് ഇച്ചിരി ഉള്ളിയൊക്കെ വറുത്തിട്ട് ഗാർണിഷൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ ഗാർണിഷ് ചെയ്യാത്തത്, ഇവിടുത്തെ എൻ്റെ മക്കൾക്ക് ഉള്ളി വറുത്തിട്ട് കഴിഞ്ഞാൽ അത് പറക്കി കളയും, കാഷ്നട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ അത് പറക്കി കളയും. അപ്പം പിന്നെ അത് വെറുതെ വറുത്തിട്ടിട്ട് പള്ളേ കളയണ്ടല്ലോ ഗൈസ്. അതാണ് ഞാൻ ഇടാത്തത്. നമ്മൾ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഒഴിച്ച്, നെയ്യ് ഇടുന്നത് കൊണ്ടാണ് ഇതിനെ ദം ഇടുക എന്ന് വിളിക്കുന്നത് ഗൈസ്. നെയ്ച്ചോറ് എന്ന് വിളിക്കുന്നത്. മണ്ടത്തരം മൊത്തം പറഞ്ഞു. കുറച്ച് നമുക്ക് എസൻസ് കൂടി. എസൻസ്. വൈ വി ആർ ആഡിങ് എസൻസ് ഓൺ ദിസ്? ചെറിയൊരു സ്മെല്ല് കിട്ടും. ദമ്മ പൊട്ടിക്കുമ്പോൾ ഒരു സ്മെല്ലിന്. കത്തമായിട്ടുണ്ട് ഗൈസ്, അടച്ചിട്ടിട്ടുണ്ട്. ദമ്മിട്ടു. നമ്മൾ വെയിറ്റ് വയ്ക്കാൻ വേണ്ടി അമ്മിക്കല്ല് എടുത്തോണ്ട് വരികയാണ്. അമ്മിക്കല്ല്, യെസ്, അമ്മിക്കല്ല് വെച്ചു. അപ്പോൾ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് കയ്യിലൊന്നും പൊട്ടിപ്പോവാതെ ഇരിക്കാൻ വേണ്ടി വേണ്ടിട്ട് ചെയ്യാൻ. ചില്ലൊന്നും പൊട്ടിച്ച് കളയരുത്, പത്രത്തിൻ്റെ ചില്ലൊന്നും പൊട്ടിച്ച് കളയരുത്. ഓക്കെ, ഞാൻ ടൈം പാസിനായിട്ട് ക്രോഷ് ചെയ്യാറുണ്ട് ഗൈസ്. അപ്പം ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കണേന്ന് അറിയുന്നത്? ഇത്രയും വലുതാണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നത് കൊറിയൻ സ്കേർട്ടാണ് ഗൈസ്. നമ്മൾ എത്ര വന്നിട്ട് ജാക്കറ്റ് ഇട്ട് നടക്കുന്ന സാധനം. അപ്പം ഇത് ഈ സെറ്റ് ചെയ്യണം കേട്ടോ. ഇത് എന്താ ബിഗിനേഴ്സിനുള്ളതാട്ടോ. ഇതെന്താ, ഇത് നമ്മുടെ ഡബിൾ ക്രോഷി ആട്ടോ. ഡബിൾ ക്രോഷി. ഇതിൻ്റെ ഇത് എന്താ ഫുൾ വീഡിയോ, ഇതുണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ഉണ്ടാക്കി വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ടൈം പാസ്
എപ്പോഴും ടി വി കാണാൻ പറ്റില്ലല്ലോ. അപ്പം ഇവളെ ദിവസം ഇങ്ങനെ ഇത് ചെയ്ത് ഓരോ ദിവസം ക്ഷമയോട് ചെയ്ത് ഞാൻ തീർക്കും ഗൈസ്. പിന്നെ ഗൈസ് ഞാനിവിടെ 3-4 സാധനങ്ങളോട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ഒട്ടാപ്പതി. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതോ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതോ ഈ കൊറിയൻ സ്കേർട്ടിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് നമ്മുടെ മറ്റേ ടേബിളിൽ വെക്കണ പാത്രം കഴുകുന്നതാണ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെയും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സാധനം ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും നമുക്കതൊന്നും വേണ്ട. ഓക്കെ, നിങ്ങളപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ബാത്ത് ചെയ്ത് ലഞ്ച് കഴിക്കാറാവുമ്പോൾ നമുക്ക് കാണാം. അപ്പം ഗായ്സ് ഞാൻ നേരത്തിരുന്ന് കാർഡ്ബോർഡ് വെച്ച് ഓരോ ഓർഗനൈസർ ഉണ്ടാക്കി. ഉമ്മിയപ്പം ഈ കാർഡ്ബോർഡ് പീസ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സാധനങ്ങളുടെ കാർഡ്ബോർഡ് പീസ് കിട്ടുമ്പോൾ ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ AC തുറന്നിരിക്കുന്നു. എന്താണ് ഉമ്മി AC ക്ലീൻ ആക്കുകയാണ് ഗായ്സ്. അപ്പോൾ എല്ലാവരും ക്ലീൻ ആക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാവരും AC ഇടുന്നുണ്ട്. ഞാൻ അപ്പോൾ പോയി നോക്കിയപ്പോൾ ഗായ്സ് കാണുന്ന അവസ്ഥയാണിത്. ഇത്രയും പായൽ. മീൻ AC ക്ലീൻ ആക്കിയത് നന്നായി ഗൈസ്. ഇതാണ് ഞങ്ങൾ എപ്പോഴും AC ഇടുമ്പോൾ സഹിച്ചുകൊണ്ടിരുന്ന ശ്വാസം. അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ അനുമോളുടെ കളിപ്പാട്ടം വെച്ച് കളിക്കുകയാണ് ഗായ്സ്. അപ്പം ഞാൻ പോയി കുളിച്ച് കഴിഞ്ഞു ഗായ്സ്. അനുമോളും കുളിച്ച് കഴിഞ്ഞു ഗായ്സ്. റൈസ് റെഡി ആയിട്ടില്ല. അപ്പം ഞങ്ങൾ വാട്ടർമെലൺ കഴിക്കാൻ പോവുകയാണ് ഗായ്സ്. റൈസ് ഇപ്പം റെഡിയാവും. ഓക്കെ, അപ്പം ഗായ്സ് ദമ്മ തുറന്നു. അതിന്റെ മണം ഇങ്ങോട്ട് പോയോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബെസ്റ്റ് എന്താ പറയാ ബെസ്റ്റ് ഐറ്റമോ ബെസ്റ്റ് റെസിപ്പി സൂപ്പർ സാധന ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്യണം. ലൈറ്റിലേക്ക് എടുത്തരാം ഗൈസ്. മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്നാലാണ് കളറാവുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് പ്ലേറ്റിലേക്ക് വെക്കുക. എല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോ. അപ്പോൾ ലൈക്ക് ചെയ്യ്, കമന്റ് ചെയ്യ്, ഉറപ്പില്ല. ഗൈസ് ഞാൻ ഇവിടെ നിന്ന് ഇച്ചിരി മാറി നല്ലോ വായിന്ന് വെള്ളം വന്നിക്കൂ. അപ്പോൾ പ്ലേറ്റിലേക്ക് ഇട്ടിരിക്കുന്നു ഗൈസ്. നമുക്ക് ഇച്ചിരി കച്ചമ്പർ വെച്ചാൽ ഇതാർക്കാം ഗൈസ്. ഗൈസ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ചോറ് എടുക്കുക, ഇച്ചിരി അച്ചാർ എടുക്കുക, കച്ചമ്പർ എടുക്കുക. അനുമോൾക്ക് കച്ചമ്പർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബിരിയാണിയിലെ മെയിൻ താരമായ ചെമ്മീൻ ഇടുക. അപ്പം നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ തിന്ന് തുടങ്ങിയിട്ടില്ല. സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു ബിരിയാണി ലവർ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അടിപൊളിയെന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയാണ്. അപ്പം ഇനിയും ഇങ്ങനത്തെ ബിരിയാണി റെസിപ്പീസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ബിരിയാണി റെസിപ്പിയുടെ ചാനൽ തുടങ്ങുന്നതായിരിക്കും. മറക്കുകയാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. എന്നിട്ട് നല്ല വിശപ്പുണ്ട് ഗൈസ്. അതിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റ്, നല്ല ചൂട്. ഗൈസ് അപ്പം 4 മണിയായി ഗൈസ്. അപ്പം ചായ കുടിക്കുന്ന ടൈമായി. അപ്പം ചായ കുടിക്കാൻ ചായയുടെ കടി മേടിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാം. നമ്മൾ കടിയായി കേക്ക് ആണ് മേടിച്ചിരിക്കുന്നത്. ആക്കി നോക്കിക്കേ കേക്ക്. ഇത്താത്താക്കിക്കേ നോക്കിക്കേ. നല്ല
പിന്നെ നമുക്ക് ചോക്ലേറ്റും പോട്ടെ, കട്ടൻ ചായ. എൻ്റെ കട്ടൻ ചായ എവിടെയാ? ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് പ്ലേ ടൈമാണ് ഗൈസ്. ഞങ്ങളുടെ മഴയില്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വന്ന് കളിക്കും ഗൈസ്. ഇവിടെ ഹംദാനുണ്ട്, ഐസമുണ്ട്, അയമോളുണ്ട്, ഞാനുണ്ട്, അഫ്രിനുണ്ട്, എല്ലാവരും കൂടി ഷട്ടിൽ ബാറ്റ് കളിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ ഒരു രസമല്ലേ? മഴയില്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വന്ന് താഴെ വന്ന് കളിക്കും ഗൈസ്. ഒരു എപ്പോഴും ടീ കണ്ടുകൊണ്ട് നിന്ന് കണ്ണിന് പ്രശ്നം വരും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പുറത്തിറങ്ങി കളിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഞാനും അഫ്രിനും ശത്രുതയാണ് ഗൈസ്, അതുകൊണ്ടാണ് അവൾ കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി നേരോട് കളിച്ചേനെ ഗൈസ്. അപ്പം എന്താ കളിക്കാൻ പോവുകയാണ് ഗൈസ്. എന്തായാലും ഞാനൊക്കെ ഒരേപോലെയാണ് ഗൈസ്. ഇവർ 3-4 ദിവസമായി ഇവിടെ നിന്ന് കളിക്കുന്നു. ഞങ്ങളിപ്പോൾ കണ്ടപ്പോൾ കയറുന്നതാണ്. ഞങ്ങൾ കളിക്കുകയാണ് ഗൈസ്. ഈവനിങ് സ്നാക്ക് കഴിഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ കേക്ക്. ഈവനിങ് ഗെയിമിങ് കളിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം കളിച്ച് കഴിഞ്ഞിട്ടൊരു ഫ്രൂട്ട്സ്, ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ഖുറാനും അതാണ്ട്, മദ്രസയിൽ ഇച്ചിരി ഹോംവർക്ക് ഉണ്ട്. പിന്നെ നമ്മൾ രാത്രിത്തെ ഡിന്നർ, അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഉച്ചക്കത്തെ പ്രോൺസ് ബിരിയാണി തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കുന്നു, സ്ഥിരം പരിപാടി തന്നെ. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, ബൈ.